നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷിക്കാർക്കായി മുച്ചക്ര സ്കൂട്ടറുകൾ വിതരണം നടത്തി. പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ 9.54 ലക്ഷം രൂപ ചെലവിൽ 9ഓളം ഗുണഭോക്താക്കൾക്കാണ് സ്കൂട്ടറുകൾ വിതരണം ചെയ്തത്. തമിഴ് വിശ്വകർമ്മ സമൂഹം സംഘടിപ്പിച്ച SSLC+2 ഉന്നത വിജയികൾക്കുള്ള വിദ്യാഭ്യാസ അവാർഡ് വിതരണം അമ്പലപ്പുഴ MLA H. സലാം ഉദ്ഘാടനം ചെയ്തു. തമിഴ് വിശ്വകർമ്മ ഉപസമൂഹം പ്രസിഡന്റ് KP ഗോപിനാഥൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നെഹ്റു ട്രോഫി ജലമേളയുമായി ബന്ധപ്പെട്ടുള്ള ഭാഗ്യചിഹ്നം മത്സരത്തിലേക്കുള്ള എൻട്രികൾ നൽകുന്നതിനുള്ള സമയപരിധി ഈ മാസം 4 വൈകിട്ട് 5 മണി വരെ നീട്ടിയതായി ഭാരവാഹികൾ അറിയിച്ചു. A4 സൈസ് ഡ്രോയിങ് പേപ്പറിൽ മൾട്ടി കളറിലാണ് ഭാഗ്യചിഹ്നം തയ്യാറാക്കി നൽകേണ്ടത്. പുരോഗമന കലാസാഹിത്യ സംഘം അമ്പലപ്പുഴ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വായനാ പക്ഷാചരണവും പുസ്തകാസ്വാദനവും ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു. കപ്പക്കട PKC സ്മാരക ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി H. സലാം MLA ഉദ്ഘാടനം ചെയ്തു. അശാസ്ത്രീയമായ ചിക്കൻ നിരോധനം പിൻവലിക്കുക, അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ചിക്കൻ ഹോട്ടലുകളിൽ ഉപയോഗിക്കാൻ അനുമതി നൽകുക, GSTയുടെ പേരിൽ നടത്തുന്ന ഉദ്യോഗസ്ഥ വേട്ട അവസാനിപ്പിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കളക്ടറേറ്റ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷിക്കാർക്കായി മുച്ചക്ര സ്കൂട്ടറുകൾ വിതരണം നടത്തി. പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ 9.54 ലക്ഷം രൂപ ചെലവിൽ 9ഓളം ഗുണഭോക്താക്കൾക്കാണ് സ്കൂട്ടറുകൾ വിതരണം ചെയ്തത്. അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷിക്കാർക്കായി മുച്ചക്ര സ്കൂട്ടറുകൾ നൽകി. വാർഷിക പദ്ധതിയിൽ 9.54 ലക്ഷം രൂപ ചെലവിൽ 9 ഗുണഭോക്താക്കൾക്കാണ് സ്കൂട്ടറുകൾ ലഭ്യമാക്കിയത്. അമ്പലപ്പുഴ MLA H. സലാം സ്കൂട്ടറിന്റെ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ചിലതിനേക്കാൾ കൂടുതലായി നമ്മൾക്ക് ഈ ജനവിഭാഗത്തിന് വേണ്ടി ചെയ്യാൻ കഴിയുന്നു. ഇവിടെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് ഗവൺമെന്റ് നിഷ്കർഷയിൽ പറയപ്പെടുന്ന ഇത്ര ശതമാനം ഈ ജനവിഭാഗത്തിന് വേണ്ടി മാറ്റിവെക്കണം എന്ന് പറയുന്ന പണത്തെക്കാൾ കൂടുതൽ പണം മാറ്റിവെച്ചുകൊണ്ടാണ് ഈ പദ്ധതി ആസൂത്രണം ചെയ്തതും നടപ്പാക്കപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് പറഞ്ഞത് കൊണ്ട് ചെയ്യുന്നു എന്നുള്ളതല്ല, അല്ലെങ്കിൽ ആ നിഷ്കർഷ ഉള്ളത് കൊണ്ട് മാത്രം ചെയ്യുന്നു എന്നുള്ളതല്ല. ആ നിഷ്കർഷകൾക്ക് കൂടുതൽ പരിഗണന കൊടുക്കാൻ പ്രത്യേകമായൊരു താല്പര്യം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭരണാധികാരികൾക്ക് കൈവരുന്നതിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെ അഡീഷണലായി കൂടുതൽ പണത്തിന്റെ ഭാഗമായി മാറ്റിവെക്കാൻ പറ്റുന്നത്. അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് അങ്കണത്തിൽ ചേർന്ന സമ്മേളനത്തിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷീബ രാകേഷ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ സജിത സതീശൻ, PG സൈറസ്, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ R. ജയരാജ്, ശ്രീജ രതീഷ്, അംഗങ്ങളായ VR അശോകൻ, G. വേണുലാൽ, V. അനിത, R. ഉണ്ണി, സതി രമേശ്, CDPO K. രേഖ, ബ്ലോക്ക് സെക്രട്ടറി ഹമീദ് കുട്ടി ആശാൻ, അസിസ്റ്റന്റ് പ്ലാൻ കോർഡിനേറ്റർ വിപിൻ ബാബു തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. തമിഴ് വിശ്വകർമ്മ സമൂഹം സംഘടിപ്പിച്ച SSLC+2 ഉന്നത വിജയികൾക്കുള്ള വിദ്യാഭ്യാസ അവാർഡ് വിതരണം അമ്പലപ്പുഴ MLA H. സലാം ഉദ്ഘാടനം ചെയ്തു. തമിഴ് വിശ്വകർമ്മ ഉപസമൂഹം പ്രസിഡന്റ് KP ഗോപിനാഥൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. തമിഴ് വിശ്വകർമ്മ സമൂഹം സംഘടിപ്പിച്ച SSLC+2 ഉന്നത വിജയികൾക്കുള്ള ശ്രീദേവി വിദ്യാഭ്യാസ അവാർഡ് വിതരണം H. സലാം MLA ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ മകൾ ജീവിതത്തിൽ വിജയിക്കണം. ആ ജീവിത വിജയം സാധ്യമാകണമെങ്കിൽ വളരെ പ്രധാനപ്പെട്ടത് ഇന്നത്തെ ലോകത്ത് പ്രത്യേകിച്ചും വിദ്യാഭ്യാസമില്ലെങ്കിൽ വലിയ പ്രയാസമാണ്. നമ്മുടെ തൊഴിൽ മേഖലയിലെ പ്രയാസമൊക്കെ നിങ്ങൾക്കറിയാം. നിങ്ങളോട് വിശേഷിച്ച് പറഞ്ഞത് നിങ്ങളുടെ ജീവിതാനുഭവത്തിൽ എന്തെല്ലാം പ്രയാസങ്ങൾ നിങ്ങൾ ചെയ്തു പോകുന്ന തൊഴിൽ മേഖലയുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പൊ ആ തൊഴിൽ മേഖലയിലെ പ്രയാസങ്ങളും പ്രാരാബ്ദങ്ങളും തരണം ചെയ്ത് പരിഹരിച്ചുകൊണ്ട് നമ്മുടെ പുതിയ തലമുറ ആ ജോലിയിൽ നിന്ന് ജീവിച്ച് വിജയിക്കട്ടെ എന്ന് നമ്മൾ നിശ്ചയിച്ചാൽ അത് ബുദ്ധിശൂന്യമാണ്. അതുകൊണ്ട് നമുക്ക് ആലപ്പുഴ പഴവങ്ങാടിക്ക് സമീപം ജുവൽ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ തമിഴ് വിശ്വകർമ്മ സമൂഹം ആലപ്പുഴ ഉപസമൂഹം പ്രസിഡന്റ് KC ഗോപിനാഥൻ അധ്യക്ഷത വഹിച്ചു. KPCC ജനറൽ സെക്രട്ടറി M. ലിജു അവാർഡ് വിതരണവും ലോഗോ പ്രകാശനവും നടത്തി. നഗരസഭാ അധ്യക്ഷ KK ജയമ്മ, വിശ്വകർമ്മ സമൂഹം സംസ്ഥാന ജനറൽ സെക്രട്ടറി C. കൃഷ്ണൻകുട്ടി, നഗരസഭ സ്ഥിരം സമിതി അധ്യക്ഷ MG സതീദേവി, കൗൺസിലർ K. ബാബു, P. ഗോവിന്ദരാജൻ, R. കൃഷ്ണകുമാർ, A. മോഹൻ, C. ഗണേശൻ, N. മഹാദേവൻ, G. ശൈൽവരാജ്,
MG ഗണേശൻ, വനിതാ സമാജം പ്രസിഡന്റ് രത്തിനം ഗോപാലകൃഷ്ണൻ, രാധാ ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. വിശ്വകർമ്മ ആലപ്പുഴ ഉപസമൂഹം സെക്രട്ടറി T. കണ്ണൻ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. നെഹ്റു ട്രോഫി ജലമേളയുമായി ബന്ധപ്പെട്ടുള്ള ഭാഗ്യചിഹ്നം മത്സരത്തിലേക്കുള്ള എൻട്രികൾ നൽകുന്നതിനുള്ള സമയപരിധി ഈ മാസം 4-ന് വൈകിട്ട് 5 മണി വരെ നീട്ടിയതായി ഭാരവാഹികൾ അറിയിച്ചു. A4 സൈസ് ഡ്രോയിംഗ് പേപ്പറിൽ മൾട്ടി കളറിലാണ് ഭാഗ്യചിഹ്നം തയ്യാറാക്കി നൽകേണ്ടത്. ഓഗസ്റ്റ് 10-ന് നടക്കുന്ന 70ാമത് നെഹ്റു ട്രോഫി ജലമേളയുടെ ഭാഗ്യചിഹ്നം മത്സരത്തിലേക്കുള്ള എൻട്രികൾ നൽകുന്നതിനുള്ള സമയപരിധി ജൂലൈ 4 വൈകിട്ട് 5 വരെ നീട്ടി. A4 സൈസ് ഡ്രോയിംഗ് പേപ്പറിൽ മൾട്ടി കളറിലാണ് ഭാഗ്യചിഹ്നം തയ്യാറാക്കേണ്ടത്. സൃഷ്ടികൾ മൗലികമായിരിക്കണം. എൻട്രികൾ അയക്കുന്ന കവറിൽ 70ാമത് നെഹ്റു ട്രോഫി ജലമേള ഭാഗ്യചിഹ്ന മത്സരം എന്ന് പ്രത്യേകം രേഖപ്പെടുത്തിയിരിക്കണം. ഒരാൾക്ക് ഒരു എൻട്രിയെ നൽകാനാകൂ. പേര്, മേൽവിലാസം, ഫോൺ നമ്പർ, ഇമെയിൽ എന്നിവ പ്രത്യേകം പേപ്പറിൽ എഴുതി എൻട്രിക്കൊപ്പം സമർപ്പിക്കണം. കമ്പ്യൂട്ടറിൽ തയ്യാറാക്കിയ എൻട്രികളും സ്വീകരിക്കുമെന്നും അധികൃതർ പറഞ്ഞു. തിരഞ്ഞെടുക്കപ്പെടുന്ന സൃഷ്ടിക്ക് 10,001 രൂപ സമ്മാനമായി നൽകും. വിധി നിർണയ സമിതിയുടെ തീരുമാനം അന്തിമമായിരിക്കുമെന്നും എൻട്രികൾ കൺവീനർ നെഹ്റു ട്രോഫി പബ്ലിസിറ്റി കമ്മിറ്റി, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ്, സിവിൽ സ്റ്റേഷൻ ആലപ്പുഴ 688-001 എന്ന വിലാസത്തിൽ ലഭ്യമാക്കണമെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു. പുരോഗമന കലാസാഹിത്യ സംഘം അമ്പലപ്പുഴ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വായനാ പക്ഷാചരണവും പുസ്തകാസ്വാദനവും ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു. കപ്പക്കട PKC സ്മാരക ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി അമ്പലപ്പുഴ MLA H. സലാം ഉദ്ഘാടനം ചെയ്തു. പുരോഗമന കലാസാഹിത്യ സംഘം അമ്പലപ്പുഴ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വായന പക്ഷാചരണവും പുസ്തകാസ്വാദനവും വയലാർ രാമവർമ്മ ഗ്രന്ഥശാലയെ ആദരിക്കൽ ചടങ്ങും നടത്തി. H. സലാം MLA പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. നാട്ടിലെ ഒരു പൊതുവായ ഗ്രന്ഥശാലയുടെ ഉള്ളടക്കം എന്ന് പറയുന്നത് മറ്റേത് സ്വഭാവത്തെക്കാളും അപ്പുറമായി എല്ലാ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർക്ക് വേർതിരിവില്ലാതെ ഒരുമിച്ച് കൂടാൻ കഴിയുന്ന മതനിരപേക്ഷമായ കേന്ദ്രമാണ് ഗ്രന്ഥശാല എന്നുള്ളതാണ്. നമ്മുടെ വിദ്യാലയങ്ങളെ സംബന്ധിച്ച് ഈ രണ്ടിടങ്ങൾ ഒഴിച്ചാൽ നമ്മൾ ജീവിക്കുന്ന കേരളത്തിൽ നമ്മുടെ ചുറ്റുപാടിലേക്ക് നോക്കിയാൽ നമുക്കിന്ന് കാണാനാവുന്ന പ്രത്യേകത ഈ രണ്ടിടങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാവരും നോക്കിയാൽ പ്രത്യേകമായി കാണുന്ന കാര്യം പല പല ആളുകളായിരുന്നു. അതൊരു പഴയ കാലത്തേക്കാൾ കുറച്ചുകൂടി ആഴത്തിൽ. ലൈബ്രറി കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് അലിയാറം മാക്കിയിൽ രചിച്ച കലാശ്രേഷ്ഠ KM ധർമ്മന്റെ പ്രിയ സദസ് എന്ന ജീവചരിത്ര പുസ്തകം തിരക്കഥാകൃത്ത് ജോബ് ജോസഫ് ചടങ്ങിൽ അവതരിപ്പിച്ചു. കപ്പക്കട PKC സ്മാരക ഹാളിൽ സംഘടിപ്പിച്ച സമ്മേളനത്തിൽ പുരോഗമന കലാസാഹിത്യ സംഘം ഏരിയ പ്രസിഡന്റ് രാജു കഞ്ഞിപ്പാടം അധ്യക്ഷത വഹിച്ചു. അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷീബ രാഗേഷ്, PN പണിക്കർ അനുസ്മരണം നടത്തി. അലിയാറം മാക്കിയിൽ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം ജോസഫ് ചാക്കോ, വയലാർ സ്മാരക ഗ്രന്ഥശാല സെക്രട്ടറി K. മോഹൻകുമാർ, ഗ്രന്ഥശാല പ്രസിഡന്റ് R. രജിമോൻ, കസ്തൂരി ഗിരിപ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. പുരോഗമന കലാസാഹിത്യ സംഘം ഏരിയ സെക്രട്ടറി B. ശ്രീകുമാർ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. അശാസ്ത്രീയമായ ചിക്കൻ നിരോധനം പിൻവലിക്കുക, അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ചിക്കൻ ഹോട്ടലുകളിൽ ഉപയോഗിക്കാൻ അനുമതി നൽകുക, GSTയുടെ പേരിൽ നടത്തുന്ന ഉദ്യോഗസ്ഥ വേട്ട അവസാനിപ്പിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കളക്ടറേറ്റ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. അശാസ്ത്രീയമായ ചിക്കൻ നിരോധനം പിൻവലിക്കുക, അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ചിക്കൻ ഹോട്ടലുകളിൽ ഉപയോഗിക്കാൻ അനുമതി നൽകുക, GSTയുടെ പേരിൽ നടത്തുന്ന ഉദ്യോഗസ്ഥ വേട്ട അവസാനിപ്പിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ജില്ലയിലെ ഹോട്ടലുകളും ഭക്ഷ്യോൽപ്പന്ന മേഖലയിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ സ്ഥാപനങ്ങളും അടച്ചിട്ടാണ് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. നേരത്തെ ആലപ്പുഴ ഭട്ടതിരി പുരയിടത്തിന് സമീപത്തു നിന്നും ആരംഭിച്ച മാർച്ച് കളക്ടറേറ്റ് പടിക്കൽ അവസാനിച്ചു. തുടർന്ന് നടത്തിയ പ്രതിഷേധ ധർണ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് G. ജയപാൽ ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ ജില്ലയിലെ ഏതാണ്ട് എനിക്ക് തോന്നുന്നു 4-3 പ്രദേശങ്ങളും പക്ഷിപ്പനിബാധയുടെ പേരിൽ ഇവിടെ താറാവ്, കോഴി, കോഴിമുട്ട പോലെയുള്ള എല്ലാ സാധനങ്ങളും, എല്ലാ ഭക്ഷ്യവസ്തുക്കളും നിരോധിച്ചിരിക്കുകയാണ്.
എന്നാൽ നമുക്കറിയാം ഫ്രോസൺ ചിക്കൻ വിൽക്കുന്നതിന് വേണ്ടിയിട്ട് യാതൊരുവിധ നിയന്ത്രണങ്ങളും നമ്മുടെ ഗവൺമെന്റ് ഏർപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ഇവിടുത്തെ ജില്ലാ ഭരണകൂടം ഫ്രോസൺ ചിക്കൻ പോലും കേരളത്തിലെ ഹോട്ടലുകളിൽ അല്ലെങ്കിൽ ആലപ്പുഴ ജില്ലയിലെ ഹോട്ടലുകളിൽ കൊടുക്കരുത് എന്ന് പറയുമ്പോൾ അത് ശക്തമായ ഒരു വിവേചനമാണ്. അതിനെതിരെയാണ് ഞങ്ങൾ പ്രതികരിക്കുന്നത്. യാതൊരു സംശയവും വേണ്ട. ഇന്ന് മൃഗസംരക്ഷണ വകുപ്പ് ഡയറക്ടർ ശ്രീ കൗശികനുമായിട്ട് ഞങ്ങൾ ഈ വിഷയം സംസാരിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ എന്തെങ്കിലും മാർഗമുണ്ടായിട്ടില്ലെങ്കിൽ അതിശക്തമായ സമര പരിപാടികളിലൂടെ ഞങ്ങളുടെ അവകാശങ്ങൾ, ന്യായമായ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനു വേണ്ടി സമരത്തിന്റെ ഏതറ്റം വരെ പോകുവാനും കേരളത്തിലെ ഹോട്ടൽ അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് മനാഫ് കുബാബ ധർണയിൽ അധ്യക്ഷത വഹിച്ചു. അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി നാസർ ബി താജ് സ്വാഗതം പറഞ്ഞ ധർണയിൽ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് സംസ്ഥാന ഭാരവാഹികൾ, ജില്ലാ ഭാരവാഹികൾ തുടങ്ങിയവർ സംബന്ധിച്ചു. അവശ്യ സാധനങ്ങളുടെ വിലവർദ്ധനവ് തടയാൻ സംസ്ഥാന സർക്കാർ പൊതുവിപണിയിൽ ഇടപെടുക, ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ട് വ്യാപാരികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ നടപടി സ്വീകരിക്കുക, പഞ്ചായത്ത് മുനിസിപ്പൽ ലൈസൻസുകൾ പുതുക്കി നൽകുക തുടങ്ങിയ ആവശ്യങ്ങളും പ്രതിഷേധ മാർച്ചിലും ധർണയിലും ഉന്നയിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷിക്കാർക്കായി മുച്ചക്ര സ്കൂട്ടറുകൾ വിതരണം നടത്തി. പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ 9.54 ലക്ഷം രൂപ ചെലവിൽ 9ഓളം ഗുണഭോക്താക്കൾക്കാണ് സ്കൂട്ടറുകൾ വിതരണം ചെയ്തത്. തമിഴ് വിശ്വകർമ്മ സമൂഹം സംഘടിപ്പിച്ച SSLC+2 ഉന്നത വിജയികൾക്കുള്ള വിദ്യാഭ്യാസ അവാർഡ് വിതരണം അമ്പലപ്പുഴ MLA H. സലാം ഉദ്ഘാടനം ചെയ്തു. തമിഴ് വിശ്വകർമ്മ ഉപസമൂഹം പ്രസിഡന്റ് KP ഗോപിനാഥൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നെഹ്റു ട്രോഫി ജലമേളയുമായി ബന്ധപ്പെട്ടുള്ള ഭാഗ്യചിഹ്നം മത്സരത്തിലേക്കുള്ള എൻട്രികൾ നൽകുന്നതിനുള്ള സമയപരിധി ഈ മാസം 4 വൈകിട്ട് 5 മണി വരെ നീട്ടിയതായി ഭാരവാഹികൾ അറിയിച്ചു. A4 സൈസ് ഡ്രോയിങ് പേപ്പറിൽ മൾട്ടി കളറിലാണ് ഭാഗ്യചിഹ്നം തയ്യാറാക്കി നൽകേണ്ടത്. പുരോഗമന കലാസാഹിത്യ സംഘം അമ്പലപ്പുഴ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വായനാ പക്ഷാചരണവും പുസ്തകാസ്വാദനവും ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു. കപ്പക്കട PKC സ്മാരക ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി H. സലാം MLA ഉദ്ഘാടനം ചെയ്തു. അശാസ്ത്രീയമായ ചിക്കൻ നിരോധനം പിൻവലിക്കുക, അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ചിക്കൻ ഹോട്ടലുകളിൽ ഉപയോഗിക്കാൻ അനുമതി നൽകുക, GSTയുടെ പേരിൽ നടത്തുന്ന ഉദ്യോഗസ്ഥ വേട്ട അവസാനിപ്പിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കളക്ടറേറ്റ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.